നമ്മുടെ ആറ്റിങ്ങൽ എക്സ്-എം-എൽ-എ സഖാവ് അഡ്വക്കേറ്റ് ബി സത്യൻ്റെ ഭിന്നശേഷിക്കാരനായിരുന്ന മകൻ ബോബിയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബഡ് സ്കൂളുണ്ട് നമ്മുടെ തട്ടത്തുമലയിൽ. ജനനം മുതൽ സ്വന്തം ജീവിതത്തോട് പൊരുതിയ ഹ്രസ്വകാല ജീവിതത്തോട് സ്നേഹനിധിയായ ബോബി മോൻ യാത്ര പറഞ്ഞിട്ട് 8 വർഷമായി. ബോബിയുടെ 8ാം ചരമവാർഷിക ദിനത്തിൽ പതിവ് പോലെ തട്ടത്തുമല ബഡ് സ്കൂളിൽ ഒരു ഒത്തുചേരലും സംഘടിപ്പിച്ചിരുന്നു. ബോബി മോൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലം മുതൽ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയും ഇടപെടലുകളും നടത്തിപ്പോരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അഡ്വക്കേറ്റ് ബി സത്യൻ. ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രയാസങ്ങൾ അനുഭവമുള്ളവർക്കാണല്ലോ മറ്റുള്ളവരെക്കാൾ ഏറെ മനസ്സിലാക്കാൻ കഴിയുക. പഴയകുന്നമൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മകൻ ബോബിയുടെ പേരിട്ട ബഡ് സ്കൂൾ ഉൾപ്പെടെ ഈ രംഗത്ത് അദ്ദേഹം നൽകിയ സേവനങ്ങളെ കൂടി ഇത്തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ചില കുടുംബങ്ങളിലെങ്കിലും ഭിന്നശേഷി കുട്ടികളുണ്ട്. അവർക്കായി കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള വളരെ പരിമിതമായ എണ്ണം ബഡ് സ്കൂളുകൾ കണ്ടേക്കാം. ചില എണ്ണപ്പെട്ട സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള ഈ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പല പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ല. ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പല ആവലാതികൾ പങ്കുവയ്ക്കാറുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമുണ്ട്. സമൂഹത്തിൻ്റെയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയും സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന ആവലാതികളാണ് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഒരു വീട്ടിൽ ഒരു ഭിന്നശേഷി കുട്ടി ജനിക്കുന്നതോടെ ആ കുട്ടിയുടെ ദുർബലതയുടെ തോതനുസരിച്ച് കുട്ടിയുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പലതുണ്ട്. ചില കുട്ടികൾ സ്ഥിരമായി ചികിത്സ കിട്ടേണ്ട അവസ്ഥയിലായിരിക്കും. ദരിദ്രമായ ചുറ്റുപാടുകളുള്ള കുടുംബങ്ങൾക്ക് ഇത് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്നുണ്ട്. അതുപോലെ ചില കുട്ടികളെ പരിചരിക്കുവാൻ കുടുംബത്തിലെ ഒരാൾ, അച്ഛനോ അമ്മയോ സദാസമയവും കണ്ണിലെണ്ണയൊഴിച്ച് കഴിയേണ്ടി വരുന്നുണ്ട്. അത് മിക്കവാറും അമ്മമാരായിരിക്കുമല്ലോ. അവർക്കൊരിക്കലും ഒരു ജോലിക്ക് പോകാനോ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ചില ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർ നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ട് കൂടി അവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ആ കുട്ടിക്ക് വേണ്ടി അവരുടെ ജീവിതകാലം അത്രയും സ്വയം സമർപ്പിക്കേണ്ടി വരും. ദരിദ്ര കുടുംബങ്ങളിലാകട്ടെ ഒരാളുടെ വരുമാനം കൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. പ്രത്യേകിച്ചും ഭിന്നശേഷി കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമായി കൂടുതൽ ചെലവുകൾ അവർ വഹിക്കേണ്ടിയും വരുന്നുണ്ട്. ഇനി മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയാണെങ്കിൽ പ്രത്യേകം പറയുകയും വേണ്ട. എൻ്റെ തന്നെ ഒരു സുഹൃത്തിന് ജന്മനാ വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ടായി. ജനിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടും കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത കുട്ടി. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബമാണ്. കുട്ടിയുടെ പിതാവിന് പിന്നീട് ജോലി കിട്ടി. പക്ഷെ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു ജോലിക്കുള്ള സാധ്യതയുണ്ടെങ്കിലും പോകാൻ കഴിയാതെ ആ കുട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ആ കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ കുറച്ചെങ്കിലും അതിജീവിക്കുന്നതിന് വേണ്ടുന്ന ചികിത്സാ ചെലവുകൾ തന്നെ താങ്ങാവുന്നതിനപ്പുറമാണ്. പിന്നീട് ഈ പിതാവ് അങ്ങ് മരണപ്പെട്ടു. ഇപ്പോൾ ആ മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും സന്തോഷിച്ചും കാണിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ അടങ്ങാത്ത ദുഃഖവും പിരിമുറുക്കങ്ങളും ആയിരിക്കും. തങ്ങളുടെ കാലശേഷം കുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന ഭയം എല്ലാ ഭിന്നശേഷി കുട്ടികളുടെയും മാതാപിതാക്കളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഭിന്നശേഷി കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ആവശ്യമാണ്. ഇവർക്ക് വേണ്ടി ഇനിയും പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഇടപെടലുകളുടെ പരിമിതികൾ കൂടി കണക്കിലെടുത്ത് നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെയും സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ഉള്ളവരുടെയും പരിഗണനയും സഹായങ്ങളും ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം വൃദ്ധസദനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പല സാമൂഹ്യ സന്നദ്ധ സംഘടനകളും സാമുദായിക സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളുമൊക്കെയാണല്ലോ വൃദ്ധസദനങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും ഒക്കെ നടത്തുന്നത്.
സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ഉള്ളവരും വൻ വ്യവസായികളുമൊക്കെ അത്തരം സ്ഥാപനങ്ങൾക്ക് അകമഴിഞ്ഞ സഹായങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ഭിന്നശേഷി കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും കൂടി അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ സമ്പൂർണ്ണ പരിരക്ഷാ കേന്ദ്രങ്ങളും പകൽ വീടുകളും ഒക്കെ കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പകൽ വീടുകൾ സ്ഥാപിച്ചാൽ തന്നെ പല ഭിന്നശേഷി കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് തൊഴിലിന് പോയും മറ്റും ഒരു പരിധിവരെയെങ്കിലും സാധാരണ പോലെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി രാപ്പകൽ കേന്ദ്രങ്ങൾ തന്നെയാണെങ്കിൽ അവധി ദിവസങ്ങളിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനും മറ്റു ദിവസങ്ങളിൽ അത്തരം കേന്ദ്രങ്ങളിൽ കുട്ടികളെ സംരക്ഷിക്കുവാനും കഴിയും. ഭൂമി വാങ്ങാനും കെട്ടിടം വയ്ക്കാനുമൊക്കെ ജീവകാരുണ്യ സംഘടനകളും സമ്പന്ന സുമനസ്സുകളുമൊക്കെ സഹായിച്ചാൽ സാമ്പത്തിക പരിമിതികൾ ഒരു പരിധിവരെ മറികടന്ന് സർക്കാരിനും കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, ഭിന്നശേഷിക്കാരുടെ അത്തരം അഭയ കേന്ദ്രങ്ങളിൽ അല്പം സാമ്പത്തിക ശേഷിയുള്ളവരുടെ മക്കളുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരുടെ ചെറിയ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ അത്തരം കേന്ദ്രങ്ങൾക്ക് ലഭിക്കും. അതുപോലെ അവിടങ്ങളിലെ പരിശീലനം നേടിയ സ്ഥിരം ജീവനക്കാർക്ക് പുറമെ ഈ ഭിന്നശേഷി കുട്ടികളുടെ മറ്റു ജോലിയൊന്നുമില്ലാത്ത അമ്മമാരിൽ ചിലർക്കും ശമ്പളത്തോടെയും അല്ലാതെയൊക്കെ അവിടെ ജോലി ചെയ്യാനും സേവനം നടത്തുവാനുമൊക്കെ കഴിയും. എല്ലാറ്റിലും ഉപരി ഒരു ഭിന്നശേഷി പരിപാലന കേന്ദ്രത്തിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അവർക്ക് ആ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിന് പല സഹായങ്ങളും ചെയ്യാനും കഴിയും. അതോടൊപ്പം തന്നെ പരസ്പരം തന്നെ അവർക്ക് താങ്ങാകാനും ഒക്കെ കഴിയും. ഒരു ഭിന്നശേഷി കുട്ടി ജനിച്ചുപോയി എന്ന കാരണത്താൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവിൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ അത്രയും ത്യജിച്ച് ആ കുട്ടികൾക്കായി മാത്രം സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കണം. ഭിന്നശേഷി കുട്ടികളെ മാത്രമല്ല, അവരുടെ രക്ഷകർത്താക്കളെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും സമൂഹത്തിനും ബാധ്യതയുണ്ട്.